ജീവിതത്തിനും മരണത്തിനും അതീതമായ ഒരു ലോകത്ത് രണ്ട് ഇതിഹാസ യോദ്ധാക്കൾ കണ്ടുമുട്ടുന്നു. കുരു രാജവംശത്തിലെ ഭീഷ്മനും ട്രോയിയിലെ ഹെക്ടറും. എണ്ണമറ്റ യുദ്ധങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ടവരും കടമയാൽ ബന്ധിതരുമായ ഇരുവരും പുരാതന യുദ്ധങ്ങളുടെ പ്രതിധ്വനികൾ ഇപ്പോഴും മന്ത്രിക്കുന്ന വയലുകളിൽ മുഖാമുഖം നിൽക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജനങ്ങൾക്കു വേണ്ടി പോരാടി, ഭീഷ്മ സ്ഥിരമായ ശബ്ദത്തിൽ പറയുന്നു. എന്നെപ്പോലെ നിങ്ങൾ തിരഞ്ഞെടുപ്പിനാലല്ല, കടമയുടെ കെണിയിലായിരുന്നു. ജ്ഞാനത്താൽ നിറഞ്ഞ കണ്ണുകളോടെ ഹെക്ടർ തലയാട്ടുന്നു. ബഹുമാനം നമ്മൾ ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ത്യാഗങ്ങൾ ആവശ്യപ്പെട്ടു. ഒരിക്കൽ കുലീനമായിരുന്ന കടമ എങ്ങനെയാണ് അവരുടെ സ്വകാര്യ സ്വപ്നങ്ങൾ മോഷ്ടിച്ചതെന്നും അവരെ മനുഷ്യരെക്കാൾ പ്രതീകങ്ങളാകാൻ നിർബന്ധിച്ചതെന്നും അവർ ചിന്തിക്കുന്നു. ഇപ്പോൾ ഹെക്ടർ അത്ഭുതപ്പെടുന്നു. മരണം നമ്മുടെ പിന്നിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു പുതിയ പാരമ്പര്യം കെട്ടിപ്പടുക്കാൻ കഴിയുമോ? ഭീഷ്മർ മങ്ങിയ പുഞ്ചിരിയോടെ, ഇവിടെ നമ്മൾ സ്വതന്ത്രരാണ്, മറക്കാനല്ല, മറിച്ച് നമ്മൾ ആരാണെന്ന് പുനർനിർവചിക്കാനാണ്. അരികിൽ യോദ്ധാക്കൾ നിത്യതയിലേക്ക് നടക്കുന്നു. ഇനി വിധിയുടെ ഭാരമല്ല, മറിച്ച് പുതുതായി കണ്ടെത്തിയ സ്വാതന്ത്ര്യത്താൽ നയിക്കപ്പെടുന്നു.